ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനേ രാവിലെ എണീറ്റു. രാവിലെ ഒന്നും അല്ല എണീറ്റത്, സ്കൂളിൽ പോകാറായപ്പോഴാണ് എണീറ്റത്. അപ്പോൾ ആർക്കുട്ടിയാണ് എന്നെ വിളിച്ചു നോക്കിയത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ആർക്കുട്ടിക്ക് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചൂടാക്കി കൊടുത്തു. തട്ടിക്കുട്ടി ആളെ വിട്ടുവിടാം. അവൾക്കുള്ള ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും വന്ന് കുറേ നേരം ഇങ്ങനെ ഫോണിൽ നോക്കി കിടന്നു. എനിക്ക് ഉറങ്ങാനും തോന്നുന്നില്ല, എണീക്കാനും തോന്നുന്നില്ല. അങ്ങനെ മടി പിടിച്ച് കിടക്കായിരുന്നു. ഇനി പതിയെ എണീക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കെട്ടി ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ എനിക്കിട്ടെ ഗൈസ് ഉറക്കം എണീറ്റ് അപ്പം തന്നെ ഞാൻ മുടി അങ്ങ് കെട്ടിയേക്കും കേട്ടോ. മുടിയുടെ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റർബായിട്ട് തോന്നാറുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുടിയൊക്കെ കെട്ടി വെച്ച് ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ച് അറേഞ്ച് ചെയ്ത് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കിയിട്ട് തന്നെ എണീച്ച് പോകുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് പിന്നീട് റൂമിലോട്ട് കയറി വരുമ്പോൾ എന്തോ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ഫീലാണ്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടും കേട്ടോ. ഗൈസ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രഷിംഗ് പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. സോ ഞാൻ കരുതിയൊരു ബുൾസ ഉണ്ടാക്കി കഴിക്കാണ്. എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ നേരത്തെ കഴിച്ചിട്ടാ. ഗുളിയും കഴിച്ച് ബ്രഷൊക്കെ ചെയ്തിട്ടാണ് പാർക്കുട്ടിയെ ഉണ്ടാക്കി. ഇന്ന് നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പം ഞാൻ കരുതി 2 ബുൾസ ഉണ്ടാക്കാം കേട്ടോ. 2 ഉണ്ടാക്കി കഴിക്കാം. ഞാൻ ബുൾസ ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ, ഇതുപോലൊരു പാനിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന പാൻ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ട് എനിക്ക് വരാനുണ്ട്. പക്ഷെ ഇന്ന് പൊട്ടിപ്പോയി ഗൈസ്. ഒരു ബുൾസ പൊട്ടിപ്പോയി, ഒരെണ്ണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് പ്രകൃതി രമണീയമായ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റാണ് ഇവിടെ. എന്താണെന്ന് അറിയില്ല, എനിക്ക് എപ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ കാണും. അപ്പോൾ ഗൈസ് പുറത്ത് വന്നിരുന്ന് ഞാൻ ബുൾസ കഴിക്കാണ്. ഇന്നലെ ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ ഉപ്പിൻ്റെ അഭിഷേകമായിരുന്നു. ഉപ്പ് മയം, ബുൾസ എന്നല്ല പറയുന്നത്, ഉപ്പ് ബുൾസയായിരുന്നു കേട്ടോ അന്നല്ല. ഇന്ന് കുഴപ്പമില്ല. അതാണ് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇന്ന് കറക്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് പാർക്കുട്ടിക്ക് റൈസ് ഉണ്ടാക്കാം. ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ വെജ് റൈസ് എന്തെങ്കിലും ഉണ്ടാക്കാം. കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടിട്ട് ഒരു വെജ് പുലാവ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ കറി ഉണ്ടല്ലോ, സാലഡും കൂടെ ഉണ്ടാക്കിയിട്ട് പാർക്കുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ച് ഫിനിഷ് ആകട്ടെ. നെയ്യിൽ പട്ട ഗ്രാമ്പൂ എല്ലാം, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട്, പിന്നെ കഴുകി വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് അരിയും അതിന് 2 ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് 2 വിസിൽ ഏൽപ്പിച്ച റൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പ പണിയാണ് ഗൈസ്. അപ്പോൾ അത് സെറ്റാക്കി. അപ്പോൾ ഗൈസ് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി അറേഞ്ച് ചെയ്തു. ഇനി എനിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഫ്രഷ് ആവണം. പാർക്കുട്ടിക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം കൂടി ചേർത്ത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാമേ. പത്രമുള്ളൂ ചേട്ടാ.